വലിയ ഷിപ്പുകളായാലും ചെറിയ ഷിപ്പുകളായാലും കരയിലേക്ക് അടുപ്പിക്കുന്ന പ്രൊസീജിയർ ഏകദേശം സെയിമാണ് കേട്ടോ. കുറച്ച് ആളുകൾ കൂടുതലുണ്ടാവും. ആ വലിയ ഷിപ്പിൽ ഇതിൽ കുറച്ച് ആളുകൾ കുറവായിരിക്കും, അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള വലിയൊരു ഡിസ്നിയുടെ ഒരു ഷിപ്പാണ് കേട്ടോ കിടക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. വളരെ പുതിയൊരു ഷിപ്പാണ്, അതാണ് ഇത് വളരെ ഭംഗിയായിട്ട് കിടക്കുന്നത്. അപ്പം മോറിംഗ് ലൈനൊക്കെ പിടിച്ചുകൊണ്ട് റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. കരയിലേക്ക് ഞങ്ങളിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു റബ്ബറിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിരിക്കുന്നത് ബോട്ട് ആ സിമെൻറ്റിൽ തട്ടിയിട്ട് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ റോബിംഗ് മാന കയറൊക്കെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങേരെ ബൊള്ളാഡിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മറ്റവൻ്റെ എയർ അത്ര ശരിയായില്ല. മറ്റേ ചങ്ങായി ഇപ്പോൾ ചാടിയൊന്ന് വീണ് വെള്ളത്തിൽ വീണാനെ. അപ്പോൾ അവർ വീണ്ടും എടുത്തിട്ട് അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ആ പുള്ളി കര നിൽക്കുന്ന പുള്ളിയാണ് ഈ കപ്പലൊക്കെ കെട്ടിയിട്ടുള്ളത്. അവർക്ക് അതിന് എക്സ്ട്രാ പൈസകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഒരു ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു. ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുണ്ട് കേട്ടോ. എന്തായാലും മലയാളീസിൻ്റെ ഒരു പേട്ട തന്നെ ഇവിടെയുണ്ട്. ഒരുപാട് മലയാളീസ് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ ജോലിക്കായിട്ടും വരുന്നൊരു സ്ഥലമാണ്. അപ്പം പ്ലാറ്റ്ഫോമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ നടന്ന് നേരെ വെളിയിലേക്ക് പോകുന്നത്. അവിടെ പരിപാടികളാണ് കേട്ടോ. രണ്ടുപേരും വളരെ സ്പീഡിലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ആരും പെട്ടെന്ന് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡുകളിലും ചെറിയ ചെറിയ കമ്പിയൊക്കെ വെക്കുന്നത്. അങ്ങനെ അതിലൂടെ ഞങ്ങൾ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ്, വളരെ വലിപ്പമുള്ളത്.